പിന്നെ മറ്റേ പാർട്ടിക്കാർക്കൊന്നും സ്ഥാനാർത്ഥി ആയിട്ടില്ല, നിങ്ങൾ മാത്രമായിട്ടുള്ള ഇവിടെ സ്ഥാനാർത്ഥി ആയിട്ട്. അപ്പൊ നമ്മൾ ഇന്നൊരു 100-100 വീടുകളിൽ കയറിയിട്ട് നമുക്കത് മുതലാക്കണം. അതിനിപ്പോ എന്താ വേറെ നമുക്കേ, അതിനിപ്പോ ചെക്കന്മാരൊക്കെ കൂടെ ഇപ്പൊ നമ്മളെ ഒപ്പം ഉണ്ടാവൂലേ? ഒപ്പല്ലാതെ ഒരു ബിരിയാണിയിൽ ഒതുങ്ങാത്ത ചെക്കന്മാരുണ്ടോ? അത് ഞാൻ ഓർത്തിയില്ല. ബിരിയാണിയിലും മന്തിയിലും പോകാത്ത ചെക്കന്മാരില്ലല്ലോ. നിങ്ങളിവിടെ പോത്തിനും കളിപ്പിച്ചിട്ട് ബാക്കിയുള്ളവരുടെ പ്രചാരണം തുടങ്ങി. എടാ കഴിഞ്ഞ പ്രാവശ്യം ഓല് ഇതേപോലെ തന്നെ ആയിരുന്നില്ലേ പ്രചരണം ആദ്യം തുടങ്ങിയതില്ലേ, പക്ഷെ ജയിച്ചു നമ്മളല്ലേ. ഇപ്രാവശ്യം ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നൊക്കെയാണ് നോട്ടം. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടന പത്രിക തന്നെ ഉണ്ടായിരുന്നു ഇത് റബ്ബറൈസർ ആക്കണമെന്നാണ്. ഇതിന്റെ അവസ്ഥ നോക്കി ജനങ്ങൾ വോട്ട് ചെയ്യോ? അതിനുള്ള ഐഡിയ മാച്ചൊക്കെ എൻ്റെ അടുത്തുണ്ടടാ. കുറച്ച് പൈസ കൊടുത്താൽ മതി. അതിൽ വികാത്ത ആരും ഇല്ല നമ്മുടെ നാട്ടിൽ. ഇതിനകത്ത് കുറച്ച് ആൾക്കാർ ഞാൻ വരും വോട്ടാണ്ട് ഇങ്ങനെ ചെയ്യാറിയാൽ കാര്യമൊന്നും ഇല്ലേനും. 5 കൊല്ലം ഇവിടെ നിങ്ങളത് പറയലേ. നിങ്ങളെല്ലെങ്കിൽ നല്ല കുട്ടികൾ കേട്ടോ. എൻ്റെ കുട്ടികളും ജയിക്കുള്ളൂ. ആക്കാൻ്റെ പരിയത്തൊന്നും ആക്കാണ്ടൊക്കെ ഞാനല്ലേ. നിങ്ങൾ പ്രചരണത്തിന് ഇറങ്ങണ്ട ഇപ്രാവശ്യം. എന്തെങ്കിലും ഇറങ്ങാത്തെ? ഞാനില്ല നിങ്ങളെ രാഷ്ട്രീയത്തിന്. നിങ്ങളെ രാഷ്ട്രീയം കൊണ്ട് ഞമ്മക്കത്തെ കാര്യം. ഞാൻ വന്നിട്ട് കാര്യം നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്തേ കാര്യം വേണ്ട. എനിക്ക് രാഷ്ട്രീയം തന്നെ പഠിത്തില്ല. ഹംസക്ക, ഇന്ന് രാത്രി ബിരിയാണി ഉണ്ട്. എന്ത് ബിരിയാണി? നിങ്ങൾക്ക് എന്ത് ബിരിയാണിയാ വേണ്ടി? ചിക്കനാ ബീഫാ? ബീഫേ. എന്നാ ഞാൻ വരാം. അപ്പൊ ചിക്കൻ ആണെങ്കിലോ? എന്നാലും ഞാൻ ഉണ്ടാവും. ആരെ വന്നിക്കണോ നോക്കി? ആരപ്പത്? ഇതിപ്പോ എത്ര കുട്ടികളെ 5 കൊല്ലം വരെ ജയിപ്പിച്ചാണ് വിട്ടതാ. പിന്നെ ഒരു മൈൻഡും ഇല്ല. നല്ല ആളാട്ടോ ഇത്. അതല്ല കുട്ടികളെ, ഇതിപ്പോ ഞാൻ പറയണ്ടല്ലേ. നിങ്ങൾ ഇതിന്റെ മുന്നേ ഇങ്ങോട്ട് പറയണേ ഒന്നും പറയണ്ട. അപ്പുറത്ത് പേരാ ഇതാ. അതാ ഹംസാഖാന്റെ പേരാണ്. ഇവിടുത്തെ വോട്ട് ഏതായാലും കിട്ടൂല. പോരെ ഇവിടുത്തെ കൂട്ടം എന്തായാലും